ജീവിതം മാറ്റാൻ 7 ആത്മീയ ശീലങ്ങൾ. നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നിങ്ങൾ തനിച്ചാണെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന്റെ നിശബ്ദത നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം നിശബ്ദനായിരിക്കുന്നത് അവിടുന്ന് ഉപേക്ഷിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ അവിടുന്ന് നിങ്ങളെ ഒരുക്കുന്നത് കൊണ്ടാണ്. അടുത്ത 7 ദിവസം നിങ്ങളുടെ ആത്മാവിനെ ദൈവകൃപയുമായി ബന്ധിപ്പിക്കാൻ പോകുന്ന 7 ആത്മീയ ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് വെറുമൊരു ചലഞ്ചല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലേക്കുള്ള നിങ്ങളുടെ മടക്കയാത്രയാണ്. പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ഇലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഈസ്റ്റർ നൽകുന്ന പ്രത്യാശയിൽ നിന്ന് ജീവിതത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹായിക്കുന്ന കൃപയുടെ 7 ഉറവിടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോയുടെ അവസാനം വരെ കൂടിയുണ്ടാവുക, കാരണം 7ാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ദിവസം 1, ദൈവവചനം, പാതയ്ക്ക് വെളിച്ചം. ആദ്യത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് ദൈവവചനത്തിലൂടെയാണ്. വചനം വെറുമൊരു അക്ഷരമല്ല, അത് ജീവനാണ്. ഈ 7 ദിവസത്തെ ചലഞ്ചിന്റെ ഭാഗമായി നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ വായിക്കാൻ തിരഞ്ഞെടുക്കുക. എങ്ങനെ വായിക്കണം? വെറുതെ വായിച്ചു തീർക്കുകയല്ല വേണ്ടത്. ഓരോ വാക്യവും സാവധാനം വായിക്കുക. ഏതെങ്കിലും ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അവിടെ അല്പസമയം നിശബ്ദമായിരിക്കുക. ആ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് ഇന്ന് എന്താണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഒരു ഡയറിയിൽ ആ വചനം കുറിച്ചുവെക്കുക. ദിവസം മുഴുവൻ ആ വചനം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കുക. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവന്റെ പാത ദൈവം പ്രകാശപൂർണമാക്കും. ദിവസം 2, നന്ദിയുള്ള ഹൃദയം, കൃതജ്ഞത പ്രാർത്ഥന. 2ാമത്തെ ശീലം കൃതജ്ഞതയാണ്. പരാതികൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. നന്ദിയുള്ള ഹൃദയത്തിലാണ് ദൈവാനുഗ്രഹങ്ങൾ വസിക്കുന്നത്. എന്തു ചെയ്യണം? ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ച 5 ചെറിയ അനുഗ്രഹങ്ങൾ ഓർത്തെടുക്കുക. അത് ഒരുപക്ഷെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിച്ചതാകാം, സുരക്ഷിതമായ ഒരു യാത്രയാകാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ഒന്ന് പുഞ്ചിരിച്ചതാകാം. ദൈവമേ, ഈ 5 കാര്യങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു എന്ന് മനസ്സാ പ്രാർത്ഥിക്കുക. നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കിത്തരും. ദിവസം 3, യാചനയും സമർപ്പണവും. 3ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥനയെ കൂടുതൽ ക്രമീകരിക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എനിക്ക് അത് തരൂ, ഇത് തരൂ എന്ന പട്ടികയിൽ ഒതുങ്ങുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ സമർപ്പണം വളരെ പ്രധാനമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ ദിവസത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ ജോലികളും, എനിക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും അവിടുത്തെ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ, പെറ്റിഷൻസ് ദൈവത്തോട് ചോദിക്കുക. നിങ്ങൾക്കായി മാത്രമല്ല, കഷ്ടപ്പെടുന്നവർക്കും രോഗികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ജോലികളെ പ്രാർത്ഥനയാക്കി മാറ്റാൻ ഈ ശീലം നിങ്ങളെ സഹായിക്കും. ദിവസം 4, ജപമാല, വിജയത്തിന്റെ രഹസ്യം. 4ാമത്തെ ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ജപമാല വെറുമൊരു ആവർത്തന പ്രാർത്ഥനയല്ല, അത് ഈശോയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനമാണ്. എന്താണ് പ്രത്യേകത? ഈ ദിവസം നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യങ്ങളും ആഴത്തിൽ ചിന്തിക്കുക. ഉദാഹരണത്തിന്, സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം. ഭക്തിയോടെ ചൊല്ലുക. കുടുംബമായി ജപമാല ചൊല്ലുന്ന വീടുകളിൽ സമാധാനം എന്നും നിലനിൽക്കും. ആത്മീയ വിജയത്തിലേക്കുള്ള ഏറ്റവും ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ ആയുധമാണ് ജപമാല. ദിവസം 5, വിശുദ്ധരുടെ മാതൃക. 5ാമത്തെ ദിവസം നമുക്ക് വിശുദ്ധരെ മാതൃകയാക്കാം. വിശുദ്ധർ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു. അവർ എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ചത് എന്ന് പഠിക്കുന്നത് നമുക്ക് വലിയ ഊർജ്ജം നൽകും. എന്തു ചെയ്യണം? ഇന്ന് ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ ജീവിതകഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ചെറിയ വഴി, അല്ലെങ്കിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ക്ഷമ, ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടും ദൈവവിശ്വാസത്തോടും കൂടി ചെയ്യുന്നതാണ് വിശുദ്ധിയുടെ രഹസ്യം എന്ന് നിങ്ങൾ തിരിച്ചറിയും. ദിവസം 6, ലളിതമായ നോമ്പ്. 6ാമത്തെ ശീലം ത്യാഗമാണ്. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷ്യം. എങ്ങനെ ചെയ്യാം? ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ദൈവത്തിനായി ഉപേക്ഷിക്കുക. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ, ഗോസിപ്പിംഗ് ഒഴിവാക്കുന്നതാകാം, അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണപദാർത്ഥം വേണ്ടെന്ന് വെക്കുന്നതാകാം. ദൈവമേ, അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ ത്യാഗം കാഴ്ചവെക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. ഈ ചെറിയ ത്യാഗങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കും. ദിവസം 7, കാരുണ്യ പ്രവൃത്തികൾ. അവസാന ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിത്വത്തിൽ കൊണ്ടുവരികയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ് എന്ന് വചനം പറയുന്നു. ഇന്ന് ഒരാൾക്കെങ്കിലും ഒരു സഹായം ചെയ്യുക. അത് ഒരുപക്ഷെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ബന്ധുവിനെ ഫോൺ വിളിക്കുന്നതാകാം, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നതാകാം, അല്ലെങ്കിൽ ഒരാളുടെ വേദന കേൾക്കാൻ മനസ്സ് കാണിക്കുന്നതാകാം. മറ്റുള്ളവരിൽ ഈശോയെ കാണാൻ ശ്രമിക്കുക. ഈ 7ാം ദിവസം നിങ്ങൾ ചെയ്യുന്ന ആ ചെറിയ നന്മ നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ വെളിച്ചത്തെ പൂർണ്ണതയിലെത്തിക്കും. ഈ 7 ദിവസത്തെ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉയർപ്പ് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ തുടക്കം ഇവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് ഉറക്കെ പറയാം. നിങ്ങൾ ഏത് ശീലമാണ് ഇന്ന് മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ കൃപയുടെ സന്ദേശം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാകാൻ ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.